സുഹൃത്തുക്കളെ, തൃശ്ശൂർ തൊട്ടങ്ങോട്ടുള്ള കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്ന സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ചാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ടുള്ള മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതാണ് മുസ്തഫ അബ്ദുൽ ലത്തീഫ്. കോണി അടയാളത്തിലാണ്, ചിഹ്നത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. കരുവാരക്കുണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട തന്നെയാണ്. അടിയിലുള്ളത് മുസ്തഫ അബ്ദുൽ ലത്തീഫ്. ഞാൻ മുത്തു എന്നാണ് വിളിക്കുക. മുത്തുമായിട്ട് ചെയ്യാനുള്ള ബന്ധം ഒരു 5 വർഷത്തെ ബന്ധമാണ്. 5 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ കരുവാരക്കുണ്ട് ഡിവിഷനിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ശരിക്കും അദ്ദേഹം കരുവാരക്കുണ്ടിന് ഡിവിഷൻ്റെ ഉള്ളിൽ തന്നെ പെട്ട കരുവാരക്കുണ്ട് പഞ്ചായത്തിനോട് ചേർത്ത് കിടക്കുന്ന തൂവൂർ പഞ്ചായത്തിലെ ആമപ്പൊയിൽ സ്വദേശിയാണ്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSFൻ്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ടാണ് സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് അതിൻ്റെ പഞ്ചായത്ത് ഘടകത്തിലും അതേപോലെ പുകയടിക്കുന്നുണ്ട്. പുറത്താരും എന്തോ കത്തിച്ചു തോന്നുന്നുണ്ട്. ഇവിടെ കത്തിക്കാൻ പാടില്ല എന്നാ. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ്. ആരെയും കണ്ടു കഴിഞ്ഞാൽ കത്തിച്ചോലെ പൊക്കി കൊണ്ടുപോകും, ഫൈനടിക്കും. അപ്പോൾ MSFൻ്റെ യൂണിറ്റ് അതേപോലെ തന്നെ പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ ഭാരവാഹി ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ഭാരവാഹിത്വമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹിയായി, നിയോജക മണ്ഡലം ഭാരവാഹിയായി, ജില്ലാതലത്തിൽ വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ചതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടും. തുവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ഇൻചാർജാണ്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം ഇദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ യുവജന സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DYFI ആണ്. സംശയമൊന്നുമില്ല നമുക്ക്. തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെയും കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെയുമുള്ള 13 ജില്ലകളിലും DYFI ആണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് എന്നതുപോലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടന അത് മുസ്ലിം യൂത്ത് ലീഗാണ്. ഇവർ 20 ദിവസം നീണ്ടുനിന്നൊരു യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയ്ക്കകത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിം യൂത്ത് ലീഗ് പോലെയുള്ള സംഘടന ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ചിറക് യൂത്ത് ക്ലബ്ബ് എന്ന പേരിലുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത് കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. 5 വർഷമാകുന്നു ഞാൻ മുത്തുന്നാണ് വിളിക്കുക. മുത്തുവിനെ പരിചയപ്പെട്ടിട്ട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. പലപ്പോഴും എന്നോട് എതിരഭിപ്രായം പറയാനും വിമർശിക്കാനും ഒക്കെയാണ്. നിങ്ങളത് പറഞ്ഞത് ശരിയായില്ല, നിങ്ങളിത് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ലത് പറയണം, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണത് എന്താ നിങ്ങൾ പറയാത്തത്? അല്ല, ഞങ്ങൾക്ക് എതിർപ്പുള്ള വരുമ്പോഴല്ലേ ഞങ്ങൾ വിളിച്ചാൽ പറയേണ്ടത് എന്ന് പറയും. അങ്ങനെ ആരോഗ്യകരമായി സംവദിക്കാൻ പറ്റുന്ന, എന്നാൽ അത് സൗഹൃദത്തെ ബാധിക്കാത്ത രീതിയിൽ, ആക്രോശങ്ങളിലേക്കോ വെല്ലുവിളികളിലേക്കോ പോകാത്ത രീതിയിൽ ഞാൻ മുസ്ലിം ലീഗിനൊക്കെ വിമർശിക്കാറുണ്ട്. പല കാര്യങ്ങളിലും യോജിക്കാറുമുണ്ട്. മുസ്ലിം ലീഗിനെ അതൊരു മതേതര പാർട്ടിയാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ മുസ്ലിം ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ള വർഗീയ സംഘടനകൾ നുഴഞ്ഞു കയറും, അവരത്തരം പ്ലാറ്റ്ഫോമുകൾ വിഴുങ്ങിയെടുക്കും, വിഴുങ്ങിപ്പോകും എന്ന് ആശങ്കപ്പെടുന്ന ഒരാളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിൽക്കേണ്ടത് കേരളത്തിൻ്റെ മതേതര ഘടനയ്ക്ക് അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. CPM പോലും ഞാനൊക്കെ നാട്ടിലുണ്ടാവുന്ന കാലത്ത്, സംഘടനയിൽ സജീവമായിട്ട് നിൽക്കുന്ന കാലത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് മുസ്ലിം ലീഗുമായിട്ട് അടവ് നയം സ്വീകരിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും CPM-ഉം ലീഗും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. പല വാർഡുകളിലും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഒക്കെ അങ്ങനെ ഉണ്ടാവുകയും മുന്നണിയായി മത്സരിച്ച് പല പഞ്ചായത്തുകളിലും ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000-ലാണെന്ന് തോന്നുന്നത്. 2000-ലാണ് അത് നടന്നിട്ടുള്ളത്. അപ്പം ഞാൻ മുത്തുവിനെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തുവിനെ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അന്തരിച്ചുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ, അന്ന് അദ്ദേഹം മുനവർ അലി ശിഹാബ് തങ്ങൾ, അന്ന് അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പോഴാണ് അല്ല, ഇപ്പം കൺഫ്യൂസ്ഡായിപ്പോയി. ഓക്കെ, മുനവർ അലി ശിഹാബ് തങ്ങളാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. മുനവർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ച പ്രകാരമാണ് എന്നെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് വിളിക്കുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. പിന്നീട് ഞങ്ങൾ പാണക്കാട്
സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ 2021 ഏപ്രിൽ മാസം 2-ാം തീയതി നേരിട്ട് കണ്ടു, പരിചയപ്പെട്ടു, ഒരുമിച്ച് ചായ കുടിച്ചു. എന്നോടൊപ്പം അന്ന് പിന്നെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അസ്കർ അമീർ, അതേപോലെ തന്നെ ഇപ്പോൾ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന മുമ്പ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ഷൈജൽ അമീർ, അതേപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഞ്ചേരി മുനിസിപ്പൽ ഭാരവാഹിയായിരുന്ന സജുറുദ്ദീൻ മൊയ്തു തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇന്ന് വരെയും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി എന്നോട് രേഖപ്പെടുത്തുമ്പോൾ പോലും ഒരിക്കൽ പോലും അതിനകത്ത് അത് സൗഹൃദത്തെ ഉലയ്ക്കാത്ത രീതിയിൽ ആരോഗ്യകരമായ സംവാദത്തിനുള്ള ശേഷിയുള്ള ഒരാളാണ് മുത്തു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മുത്തുവിനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. CPM-ഉം ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മത്സരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തൃക്കലങ്കോട് പഞ്ചായത്തിലൊക്കെ തന്നെ. എന്തായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ സാംസ്കാരിക രംഗത്തു കൂടി ഇടപെടുന്ന ആളുകൾ പിന്നെ ജില്ലാ പഞ്ചായത്തിനകത്തേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ്. മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, മുത്തു വളരെ സൗമ്യനാണ്, ഒരു സൈലന്റ് അച്ചീവറാണ്, ഒരു ഒച്ചയും വിളിയും ആക്രോശവും വെല്ലുവിളിയൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും മുത്തുവിൻ്റെ ഭാഗത്ത് ഇതുവരെയും കേട്ടിട്ടില്ല. സംസാരിക്കുമ്പോഴും ആ സൗമ്യതയും മാന്യതയും ഒക്കെ വാക്കുകളിൽ സൂക്ഷിക്കുന്ന ആളാണ്. എനിക്കത്ര മാന്യനാവാൻ പറ്റാറില്ല. ഞാൻ പലപ്പോഴും വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു പ്രശ്നം അത് ബ്ലഡിലുള്ളതാണെന്ന് തോന്നുന്നു ചിലപ്പം. പിന്നെ അത് എന്നെ കൊണ്ടേ പോവുള്ളൂ മിക്കവാറും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കേസുകളും ഉണ്ട്. അതിവൈകാരികതയ്ക്ക് അടിമപ്പെട്ട് ചിലപ്പോൾ ചില സ്റ്റോറികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ്, ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വോട്ടിങ് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ പോലെയുള്ള ഒരാളെ പിന്നെ തുവ്വൂർ ഉൾപ്പെടുന്ന കരുവാരകുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ വോട്ടറല്ല. എന്തായിരുന്നാലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറം വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞാൻ 3-4 ദിവസത്തോടെ കൂടുന്ന, അതായത് ഞാനിപ്പോൾ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ അപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പം അത് ആ സ്ഥിതിഗതികൾ മാറും. എനിക്കറിയാം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. മഞ്ചേരി പോയാലും നിലമ്പൂർ പോയാലും ഒക്കെ കുഴപ്പമാണ്. അപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിൽ എനിക്ക് വോട്ടുണ്ട്. ഞാൻ വോട്ട് ഇന്നലെ വരെ പോകണമെന്ന് കരുതിയതാണ്. ടിക്കറ്റും എടുത്ത പിന്നെയും ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകാതിരുന്നു പറയുന്നതാണ് ശരി. അങ്ങനെ പിന്നെ വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള അനാദരമാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാവാം. എന്തായിരുന്നാലും ഞാൻ പോയിട്ടുള്ള ഒരു കൂട്ട് കൊണ്ട് ഒരുപക്ഷെ അവിടുത്തെ പഞ്ചായത്ത് വാർഡിൽ പോലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പഞ്ചായത്ത് വാർഡിൽ എന്തായിരുന്നാലും അത് വേറെ വിഷയം. എൻ്റെ കുറ്റവും കുറവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തായാലും ന്യൂനതകളുടെ ആകത്തുകയാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് സംഭവിച്ചുകൊണ്ട് തന്നെ എൻ്റെ അത്ര കുറവുകളില്ലാത്ത ഒരാളാണ് മുസ്തഫ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് അദ്ദേഹത്തെ പോലെയുള്ള ചെറുപ്പക്കാർ കടന്നു വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ വിജയിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക്, ആ ഡിവിഷനിൽപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുതരുന്നു. അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിടയിൽ ഒരാളായി പിന്നെ മുത്തു അവിടെ നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങളുടെ മുസ്തഫ എന്ന് പോലും പൂർണ്ണമായി വിളിക്കേണ്ടെന്ന ആവശ്യമില്ലാത്ത, അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ മുസ്തഫ ഖാൻ തന്നെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുത്തുക്കാന്ന് വിളിക്കേണ്ടി വരും. അല്ലാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർക്കും അദ്ദേഹത്തെക്കാൾ പ്രായത്തിനും മൂത്തവർക്കുമൊക്കെ മുത്തു എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന നേതൃനാട്യങ്ങളില്ലാതെ, നേതാവിൻ്റെ ജാടകളില്ലാതെ ഒരു സാധാരണക്കാരനായി പെരുമാറുന്ന വിനയവും ലാളിത്യവും ഒക്കെ കൈമുതലായിട്ടുള്ള ഒരാളാണ് മുസ്തഫ അബ്ദുൽ ലത്തീഫ്. അതെനിക്ക് അറിയാവുന്നതാണ്, എനിക്ക് ബോധ്യപ്പെട്ടതാണ്, എൻ്റെ തിരിച്ചറിവാണത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.